ഹലോ ഗൈസ്, SUC ഫിഷിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഫിഷിംഗ് വീഡിയോ തന്നെയാണ്. പക്ഷേ എനിക്കുണ്ടായ ഒരു അനുഭവം ആണ്. ഒരു അപകടത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു പോകുന്നതിൻ്റെ ഒരു അനുഭവമാണുള്ളത്. അത് എല്ലാവരും സൂക്ഷിക്കുക. ഒറ്റയ്ക്ക് ചൂണ്ടിടാൻ പോണവരെ പ്രത്യേകിച്ച് സൂക്ഷിക്കുക. നമ്മൾ റിസ്ക്കേറിയ പണിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചെല്ലാതെ തന്നെയാണ് ചൂണ്ടിടാൻ പോകുന്നത്. എപ്പോഴും നമ്മുടെ കൂടെ സുഹൃത്തുക്കളെല്ലാവരും ഉണ്ടാവും. ഇന്നലെ യാദൃശ്യമായിട്ട് ഒറ്റയ്ക്കാണ് പോയിരുന്നത്. ഇന്നലെ എന്നല്ല, ഞാൻ ഒട്ടുമിക്ക ചില ടൈമിനൊക്കെ ഒറ്റയ്ക്ക് പോകാറുള്ളത്. പക്ഷെ ഇന്നലെ ഒരു അനുഭവം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ പോകുന്നവർ സൂക്ഷിക്കുക. അപകടം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. അച്ഛനെ പണി കിട്ടിയിരിക്കണേ, അമ്മൂറടിച്ച് കല്ലിൻ്റെ ഇടയിൽ കയറ്റിയേക്കണേ. അല്ല മജ അടി അടിച്ചേ. വെട്ടിയിരിക്കണേ, ഞാൻ ഒറ്റക്കുള്ളൂ. ചെറിയൊരു സാധനം കിട്ടിയിട്ടുണ്ട്. വന്നിരിച്ച് ഉക്കാണെങ്കിൽ നോക്കി, ചെറിയ ഉക്കായിരുന്നു. കല്ലിൻ്റെ ഇടയിൽ കയറി പണിയെടുത്താൻ നോക്കി. നമ്മ വട്ട ബാക്കി പിടിച്ച് ഒരു കണക്കിൽ കിട്ടില്ല. എന്തായാലും കിട്ടിയിട്ട് പോയുള്ളൂ എന്നുള്ള അടിപൊളി. ഓക്കെ, താങ്ക് യു. നീ ഇത് കെടുത്തിയേക്കട്ടെ, അതൊന്ന് ഇതാക്കിയായി അതിലെ തന്നെ വെക്കാൻ എന്നെ മാത്രമേ കാണുള്ളൂ. പോസ്റ്റ് ചെയ്യാനാണ്. നിങ്ങളെല്ലാവരും വീഡിയോ വാച്ച് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്നുള്ളൂ, ആരും ഒറ്റയ്ക്ക് ഫിഷിങ്ങിന് പോകാതിരിക്കുക. നമ്മൾ അപകടം എപ്പോൾ വരുമെന്നൊന്നും പറയാൻ പറ്റില്ല. ഞാനിന്നലെ അത് നമ്മൾ നേരിട്ട് കണ്ട് അറിഞ്ഞവനാണ്. പറഞ്ഞാൽ എനിക്ക് ആകെ ഒരു സീനിലായിരുന്നു ഞാൻ. അപ്പോൾ അതൊരു വേറൊരാൾക്ക് ഉണ്ടാവരുത് എന്നുള്ളൊരു അഭിപ്രായം കൊണ്ട് പറയുന്നതാണ്. എല്ലാവരും നോക്കി പോവുക, ഒരാളെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടു പോവുക. അതായിരിക്കും ഏറ്റവും കൂടി ബെറ്റർ. ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അപകടത്തിൽ നിന്ന് കുറച്ചെങ്കിലും ഒരു തരണം ചെയ്യാം. പക്ഷെ ഇന്നലെ അവിടുത്തെ ജനങ്ങൾ എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്തതാണ്. പറഞ്ഞാൽ എനിക്ക് ബോധമൊന്നുമില്ല. അതൊന്ന് ആരൊക്കെയാണ് എന്നെ പൊക്കിക്കൊണ്ടുപോയതെന്നൊന്നും അറിയാൻ പാടില്ല. പൊക്കിക്കൊണ്ടുപോയി കുറച്ച് ലോഡിങ് ഏട്ടന്മാർ എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ച്, അവരതെല്ലാം കഴിഞ്ഞ് എൻ്റെ വീട്ടുകാർ വന്നു കഴിഞ്ഞപ്പോഴാണ് അവർ പോയത്. അപ്പോൾ അവരോടൊക്കെ എല്ലാവരോടും വളരെ നന്ദി പറയുന്നു. താങ്ക്സ്. പറഞ്ഞാൽ അപകടം കണ്ടു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഇതേപോലെ തന്നെ ഇതാവണം. ആരാണ് കിടക്കണമെന്ന് നോക്കാതെ നമ്മളെ സഹായിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. നമ്മൾ ആ കൂട്ടത്തിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചേർന്നവർക്ക് വളരെയധികം നന്ദി പറയുന്നു. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പോൾ എല്ലാവരും നോക്കുക, കെയർഫുൾ. പോകാൻ നേരത്ത് നമ്മളിത് ചൂണ്ടയിടലെന്ന് പറഞ്ഞാൽ പാഷനാണ്. എല്ലാവരും ഇഷ്ടത്തോടെ തന്നെ പോകണതാണ്. അതൊരു ഹരമാണ് ചൂണ്ടയിടൽ. അതെനിക്ക് ഇന്നലെ ഒരു മീൻ അടിച്ചാണ്. നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും. വളരെയധികം ബുദ്ധിമുട്ടിച്ചവൻ എന്നെ അധികം ബുദ്ധിമുട്ടിച്ച് വരുമ്പോഴത്തേക്കാണ് ആ ഒരു ടെൻഷനും ഇതൊക്കെ കൊണ്ടായിരിക്കാം എനിക്ക് പ്രഷർ കുറഞ്ഞ് ഷുഗർ കൂടുകയും ചെയ്തു. ആ ടൈമിലുള്ള പ്രശ്നമാണ് ഉണ്ടായത്. അപ്പോൾ ഫിക്സൊക്കെ ഉള്ളവർ നോക്കുക. ഇപ്പോൾ എനിക്ക് നേരത്തെ ടെൻഡൻസി ഉള്ളതുകൊണ്ടിട്ടാണ് എനിക്ക് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ കല്ലിൽ കിടന്നിളഞ്ഞത്. അല്ലെങ്കിൽ ചിലപ്പോൾ അറിയാത്തവരാണെങ്കിൽ ചിലപ്പോൾ വെള്ളത്തിൽ പോയാൽ നമുക്ക് വേറെ എന്തെങ്കിലും ആവാം സംഭവിക്കുക. ആരും കാണാൻ പെട്ടെന്ന് ആർക്കാരൊന്നും വരാത്ത ഏരിയ. നമ്മൾ ചൂണ്ടക്കാർ അവർ ചോദിക്കുമ്പോൾ വല്ല റെസ്റ്റ് എടുക്കണേ അല്ലെങ്കിൽ വല്ലതൊക്കെ ആയിരിക്കുമെന്ന് ചോദിക്കും. പെട്ടെന്ന് ആരും ശ്രദ്ധിച്ചൊന്നും വരില്ല. അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക, കെയർഫുൾ. ഇതേ പറയാനുള്ളൂ. ഓക്കെ, എന്നാൽ അടുത്ത വീഡിയോ കാണാം. എന്തായാലും ഇതൊന്നും നിർത്താൻ പോകുന്നില്ല കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് എന്തായാലും വരും. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. അപ്പോൾ വീണ്ടും പറയുന്നു, എന്നെ ഹെൽപ്പ് ചെയ്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഓക്കെ.